നമ്മുടെ ശാസ്ത്രമത സംവാദ പരമ്പരയിൽ ഇന്ന് നമ്മളുമായിട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് ശ്രീ സി രാധാകൃഷ്ണൻ സാറാണ്. കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ അഗ്രഗണ്യ വ്യക്തിത്വമാണ് രാധാകൃഷ്ണൻ സാറ് എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം സാറിനെ കുറിച്ചുള്ളത്, സാറ് അടിസ്ഥാനപരമായ ഒരു ശാസ്ത്രകാരൻ കൂടിയാണ് എന്നുള്ളതാണ്. ഭൗതിക ശാസ്ത്രത്തിൽ സ്വർണ്ണ മെഡലോടുകൂടി ബിരുദം നേടിയതിന് ശേഷം കൊടൈക്കനാലിലെ ആസ്ട്രോഫിസിക്കൽ ഒബ്സർവേറ്ററിയിലും പൂനെയിലെ ഭൂകമ്പ ഗവേഷണ കേന്ദ്രത്തിലുമൊക്കെ ശാസ്ത്രകാരനായിട്ട് സാറ് സേവനം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ശാസ്ത്രജ്ഞർ മൗലികമായി തന്നെ കവികളും ദാർശനികരുമായിരിക്കും എന്നുള്ള ബ്രിട്ടീഷ് കവി കൂടിയായ കിറ്റ് പട്ലറുടെ നിരീക്ഷണത്തെ വ്യക്തിഗതമായി അക്ഷരാർത്ഥത്തിൽ തന്നെ അന്വർത്ഥമാക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ സി രാധാകൃഷ്ണൻ സാറ്. സാറിൻ്റെ വിഖ്യാതമായ നോവലുകളിലൂടെ സാർ ആവിഷ്കരിക്കുന്ന ശാസ്ത്ര ദർശനങ്ങളെ നമുക്ക് വളരെ സുപരിചിതമാണ്. പൊതുവെ അതിഭൗതികതയും പ്രതീകാത്മകതയും ബിംബാത്മകതയും കാവ്യാത്മകതയും ആത്മീയതയും ഒക്കെ വളരെ ഭംഗിയായി സമന്വയിപ്പിക്കുന്ന ഒരു സാകല്യ ദർശനമാണ് രാധാകൃഷ്ണൻ സാറ് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ നമ്മുടെ മുന്നിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് തന്നെ സാറിനോട് ചോദിക്കുവാനുള്ളത്, എപ്രകാരമാണ് വ്യക്തിഗതമായിട്ട് സാറ് ഇത്തരണത്തിലുള്ള ഒരു സാകല്യ ശാസ്ത്ര ആത്മീയ ദാർശനിക ദർശനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം. നമ്മൾ മനുഷ്യർ ജനിച്ചു വീണ് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു പ്രായമായി തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ കാണുമല്ലോ. അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ആ സമയത്ത് പോലുമുള്ള യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടു എന്ന് വരും. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെയായി എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 10, 12, 14 വയസ്സാവുന്ന കാലത്ത് കുറേ നല്ല മനുഷ്യരുണ്ടായിരുന്നു എൻ്റെ ചുറ്റുവട്ടത്തും. ആ നല്ല മനുഷ്യരിലെ വലിയൊരു പങ്ക് വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അവരുടെ ചെയ്തികളിൽ ഒന്നുകൊണ്ടും അർഹിക്കാത്ത തരത്തിലുള്ള ദുരിതങ്ങളായിരുന്നു അത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നത് ഈശ്വര എന്ന ചിന്ത ഉത്തരമില്ലാതെ പോയപ്പോഴാണ് എന്താണ് ജീവിതം, എന്താണ് നമ്മുടെ ഈ ലോകത്തെ നിലനിൽപ്പിനുള്ള അടിത്തറ, എന്താണ് കർത്തവ്യം, എന്താണ് കരണീയം, എങ്ങനെയാണ് സമാധാനം എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുത്തച്ഛൻ എന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വേദാന്തിയായിരുന്നു, അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു, കാര്യങ്ങൾ ഗ്രഹിച്ച ഒരാളായിരുന്നു, ദയയുള്ള ഒരാളും കൂടിയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു തരാൻ. പിന്നെ എൻ്റെ സ്കൂളിലെയും കോളേജിലെയും ഗുരുനാഥന്മാരും ചുറ്റുവട്ടത്തുള്ള അനൗപചാരിക ഗുരുനാഥന്മാരും ചുറ്റുവട്ടത്തുമുള്ള നാനാജാതി മത മൃഗ ജന്തുക്കളൊക്കെ തന്നെ ഈ പഠിത്തത്തിന് എന്നെ സഹായിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഏത് മനുഷ്യനും ചെറിയതായാലും വലുതായാലും സ്വന്തം മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മരിക്കുന്ന ദിവസം വരെ നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. മതിയായ ഉത്തരങ്ങൾ കണ്ടു കിട്ടുന്നവരെ നമുക്ക് ശാന്തി ഇല്ലാതായിരിക്കുകയും ചെയ്യും. ഈ അന്വേഷണം ഒരാൾക്ക് മാത്രമുള്ളതല്ല, ലോകത്തുള്ള എല്ലാ ബുദ്ധി ഉറച്ച മനുഷ്യർക്കും ഉള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പലപ്പോഴായിട്ട് പലർ ചിലപ്പോൾ എന്നെക്കൊണ്ട് അത് കഴിയില്ല എന്ന് വിചാരിച്ച് വിട്ടുകളയുകയും ചിലർ എനിക്ക് ഉത്തരം കിട്ടുകയും മതിയാവൂ എന്ന് കരുതുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അനുഭവം. മറ്റുള്ളവരുടെ ചിന്തകളും വിചാരങ്ങളും മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു എഴുത്തുകാരൻ, മറ്റുള്ളവരെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഈ ലോകത്തിലുള്ള സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്ന് കാക്ഷിക്കുന്ന ഒരാൾ, ആത്യന്തികമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുള്ള കാര്യം സൂക്ഷ്മമാണ്. അത് ചെയ്യാത്ത ഒരു എഴുത്തുകാരനും ഒരു ദാർശനികനും ഒരു ചിന്തകനും ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും സത്യമാണ്. ഞാൻ ഇതൊക്കെ ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് തുടങ്ങി വെച്ച ഈ അന്വേഷണം എന്നെക്കൊണ്ടാകാവുന്ന വിധം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് നേര്. ഇതിൽ 2 ഘടകങ്ങളുണ്ടായി. ഒന്ന്, എനിക്ക് കിട്ടിയ പഴയ രീതിയിലുള്ള വേദാന്ത പാഠങ്ങളും ഉപനിഷത്തും ഒക്കെയുള്ള അനുഭവങ്ങൾ. രണ്ടാമത്തേത്, ഞാൻ എൻ്റെ ഉപജീവനത്തിന് വേണ്ടി കൈവശപ്പെടുത്തിയ ഭൗതികശാസ്ത്രം എന്ന വിദ്യ. ഈ 2 മാർഗങ്ങളാണ് എനിക്ക്
ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള ഉപാധികളായിട്ട് കയ്യിലുണ്ടായിരുന്നത്. ഈ രണ്ട് വഴിക്കും കൂടെ സമാന്തരമായ പാതകളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം വരുമ്പോൾ ഈ ഭൗതികശാസ്ത്രവും ഈ ഈശ്വരവിശ്വാസവും തമ്മിൽ എവിടെയാണ് ബന്ധപ്പെടുന്നത്, ബന്ധപ്പെടാതിരിക്കുന്നത് എന്ന ചിന്ത സ്വാഭാവികമായിട്ടും എനിക്ക് ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനെ ആവശ്യമായി വന്നതിന് തുടർച്ചയായിട്ട് കഴിയുന്നത്ര മറ്റ് പുസ്തകങ്ങളും പാഠങ്ങളും പഠിച്ചിട്ട്, വേദാന്ത പാഠങ്ങളും വേദപുസ്തകങ്ങളും മറ്റുള്ള വേദപുസ്തകങ്ങളും ഒക്കെ പഠിച്ചു നോക്കിയിട്ട് എവിടെയാണ് ഇതിന് ഉത്തരം കണ്ടുകിട്ടുക എന്ന അന്വേഷണം അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഴുവനായ ഉത്തരം ഉണ്ടായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഏതാണ്ടൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. രാധാകൃഷ്ണൻ സാറ് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഭഗവത്ഗീതയ്ക്കുള്ള ശാസ്ത്രീയമായ ഒരു വ്യാഖ്യാനമാണ്. ഉപനിഷത്തുകളുടെയൊക്കെ ദർശനത്തെ അധികരിച്ച് ഭഗവത്ഗീതയെ കാലോചിതമായി ആഖ്യാനം ചെയ്ത് ഒരു അദ്വൈത ദർശനത്തിലേക്ക് സാറ് അവിടെ ചെന്നെത്തി നിൽക്കുന്നത് എന്നുള്ളത്. ഇത്തരണത്തിൽ ഭാരതീയ ദർശനങ്ങളെയും ആധുനിക ഭൗതിക ശാസ്ത്രത്തെയും സമന്വയിപ്പിക്കുന്ന ഒന്നിലധികം ഗ്രന്ഥങ്ങളുണ്ട്, ചിന്താധാരകളുണ്ട്. പ്രത്യേകിച്ച് പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനായ ECG സുദർശൻ ടാക്യോൺ തിയറിയുടെ വെളിച്ചത്തിൽ ക്വാണ്ടം ഫിസിക്സിൻ്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് ഭാരതീയ അദ്വൈത ദർശനങ്ങളുമായിട്ടുള്ള ഒരു സമന്വയം നടത്തിയിട്ടുണ്ട്. ഫ്രിജോഫ് കാപ്രയുടെ ടാവോ ഓഫ് ഫിസിക്സ് പലതരണത്തിലും വിവാദപരമാണ് എങ്കിലും ഇത്തരണത്തിലുള്ള ചില സമാനതകൾ ഭൗതികശാസ്ത്രവും ഭാരതീയ ദർശനവും തമ്മിൽ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. സാറിൻ്റെ ഗീതയുടെ വ്യാഖ്യാനത്തിലെ ഭാരതീയ ദർശനവും ആധുനിക ഭൗതികശാസ്ത്രവും തമ്മിലുള്ള സമന്വയം എപ്രകാരമാണ് വ്യതിരിക്തമായിരിക്കുന്നത്? എന്താണ് മൗലികമായിട്ട് സാർ ഇതിലൂടെ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് അല്പമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ആധുനിക ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് മോഡേൺ ഫിസിക്സാണ്. മോഡേൺ ഫിസിക്സിന് അതിൻ്റേതായ രീതിശാസ്ത്രം ഉണ്ട്. ഈ രീതിശാസ്ത്രം കൃത്യമായും വ്യക്തമായും നിശ്ചിതമായും യുക്തിയിൽ അധിഷ്ഠിതമാണ്. കാര്യകാരണ ബന്ധമാണ് ഇതിൻ്റെ അടിത്തറ. ഈ കാര്യകാരണ ബന്ധം വെച്ചാണ് നമ്മൾ മോഡേൺ സയൻസിലെ എല്ലാ സിദ്ധാന്തങ്ങളും രൂപവൽക്കരിച്ചിട്ടുള്ളത്. ഈ സിദ്ധാന്തങ്ങൾക്ക് പക്ഷേ ഉള്ള ഒരു പരിമിതി, അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വശംവദമായ ഒരു ലോകത്തെ മാത്രം ബാധിക്കുന്ന സിദ്ധാന്തങ്ങളാണ് എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങൾക്ക് വശംവദമല്ലാത്ത ഒരു ഭൗതികശാസ്ത്ര ലോകം തന്നെയുണ്ട് എന്ന കഥ മിക്കവാറും ഈ മോഡേൺ ഭൗതികശാസ്ത്രം അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഞാൻ ആലോചിച്ച് പോയപ്പോൾ എനിക്ക് കണ്ടുകിട്ടിയ ഒരു ഉത്തരം, ഇനി എങ്ങാനും ഇതിനൊക്കെയുള്ള മറുപടി നമ്മുടെ പഴയ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിലുണ്ടോ എന്ന അന്വേഷണമാണ്. അങ്ങനെയാണ് ഈ ഉപനിഷത്തിലും ഗീതയിലൊക്കെ ഇറങ്ങി മുങ്ങിത്തപ്പിയിട്ട് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന അസ്തിത്വത്തെക്കുറിച്ച് എന്താണ് ശാസ്ത്രീയമായ സൂചനകളുള്ളത് എന്ന് അന്വേഷിക്കുക. അതായത് അതിൽ പറയുന്ന കാര്യങ്ങളെ മോഡേൺ സയൻസിൻ്റെ രീതിശാസ്ത്രത്തിൻ്റെ നട്ടെല്ലായ യുക്തി ഉപയോഗിച്ച് വിശകലനം ചെയ്യാം. എന്നിട്ട് ഇതിന് നിരക്കാത്തതിനെ തള്ളിക്കളയുക. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, എന്തൊരു പുതിയ സിദ്ധാന്തം പടിഞ്ഞാറ് മോഡേൺ സയൻസ് കണ്ടുപിടിച്ചാലും അതൊക്കെ ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അവിടെ ചക്ക വീണ ഇവിടെ പണ്ടേ വീണിട്ടുണ്ട്, മാങ്ങ വീണ പണ്ടേ വീണിട്ടുണ്ട്, ഒരു വിമാനം കണ്ടുപിടിച്ചാൽ പണ്ടേ ശ്രീരാമൻ വിമാനത്തിലാണ് പോയത്, ഗണപതിയുടെ തല ഒട്ടിച്ചു ചേർത്തത് ക്ലോണിംഗ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ആഭാസങ്ങളാണ് നമ്മുടെ സാധാരണ ആളുകൾ എന്തുകൊണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ തുടർന്നു പോരുന്ന ഒരു അത്യാചാരം. ഈ അത്യാചാരം രണ്ട് തരത്തിലുള്ള ദോഷം ചെയ്യും. ഒന്ന്, നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പഴയ കാര്യങ്ങളെക്കുറിച്ച് യുക്തിഭദ്രമായ ഒരു ധാരണ ഉണ്ടാക്കാതിരിക്കാൻ അത് ഉപകരിക്കും. രണ്ട്, നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നാളെ പുരോഗതി വരുത്താനുള്ള ഒരു ശ്രമവും അനാവശ്യമായി തീരുകയും ചെയ്യും. അപ്പോൾ കയ്യിലുള്ള ഔഷധം ഉപയോഗിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് എന്നർത്ഥം. വേറെ നമ്മൾ ലോജിക്കലായിട്ട് പറയുന്ന യുക്തിഭദ്രത എന്ന വിഷയം പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം തീരുമാനങ്ങളിലേക്ക് എടുത്തു ചാടരുത് എന്നാണ്. ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻസ് എന്ന് കേട്ടിട്ടില്ലേ? രണ്ട് കാര്യങ്ങൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ സമാനതയുണ്ടെങ്കിൽ തന്നെയും അടിസ്ഥാനപരമായ അതിൻ്റെ ഘടനകൾ വിശദമായി പഠിക്കാതെ ഇത് രണ്ടും ഒന്നാണ് എന്ന ഒരു നിഗമനത്തിലെത്തുന്നത് പ്രാഥമികമായ ഒരു യുക്തിശാസ്ത്ര പ്രമാദം ആണ്, തെറ്റാണ്. ആ പ്രമാദമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അതീതമായിട്ട്
നമുക്കുള്ള വേദഗ്രന്ഥം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളിൽ പറയുന്ന നിഗമനങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു പുനർവിചാരം, ഈ പുനർവിചാരം നടത്തി നോക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. സാറ് സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം സീക്രട്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്നുള്ള പേരില്ല, പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ അതിഭൗതികമായ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര ഗവേഷണങ്ങൾ കൊണ്ടൊന്നും ചെന്നെത്താൻ സാധിക്കാത്ത ചില മേഖലകളിലേക്കുള്ള ഒരു ദൂരക്കാഴ്ചകളാണ് സാറ് വിചിന്തനാത്മകമായിട്ട് അവിടെ നടത്തിയിരിക്കുന്നത്. വായിക്കുന്നത് വളരെ രസകരവും ചിന്തോദ്ദീപകവുമായിട്ട് എനിക്ക് തോന്നി. ശാസ്ത്രമത സംവാദത്തിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരുപാട് സംഭാവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജോൺ ടെമ്പിൾട്ടൺ ഫൗണ്ടേഷൻ ലോകത്തിലെ പ്രമുഖരായ ശാസ്ത്രജ്ഞരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഡസ് ദ യൂണിവേഴ്സ് ഹാവ് എ പർപ്പസ്? ഈ പ്രപഞ്ചത്തിനൊരു ലക്ഷ്യമുണ്ടോ എന്ന്. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ശാസ്ത്രകാരന്മാർ അതിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ കേരളക്കരയിൽ ശാസ്ത്രത്തെയും ദർശനത്തെയും ആത്മീയതയും ഒക്കെ ഭംഗിയായിട്ട് സമന്വയിപ്പിക്കുന്ന രാധാകൃഷ്ണൻ സാറിനോടും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ എന്ത് ചിന്തിക്കുന്നു? ഈ പ്രപഞ്ചത്തിന് ആത്യന്തികമായി ഒരു ലക്ഷ്യമുണ്ടോ? നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം, ആത്യന്തികമായ ചോദ്യം ചോദിക്കാതെ നമ്മൾ സാന്ദർഭികമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം എന്ന കഥ നമ്മൾ മറന്നു പോവുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് ദൈവമുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ തന്നെ വിശ്വസിക്കാത്ത ആൾക്ക് ദൈവമില്ല. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബാക്കി നിഗമനങ്ങളിലേക്കും കടക്കുന്നത്. പ്രപഞ്ചത്തിന് അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ചോദ്യത്തെ പരാവർത്തനം ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമുണ്ടോ എന്ന ചോദ്യം കൊണ്ടാണ്. അതാണ് അതിൻ്റെ ശരിയായ തർജ്ജമ, ഭാഷാന്തരം. അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾക്കില്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് ധരിക്കാൻ, എന്ന് കാണാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല. ഇതിൽ അടിസ്ഥാനപരമായൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. യുക്തി മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിന് എനിക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ മഹാപ്രപഞ്ചത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് കരുതാനുള്ള മനഃശക്തി അല്ലെങ്കിൽ ശേഷി എനിക്കുണ്ടാവില്ല. ചോദ്യം വാസ്തവത്തിൽ ഇതാണ്: നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്നർത്ഥം. നമ്മൾ ഈ ചോദ്യങ്ങളെ പരസ്പരം കൂട്ടിക്കുഴയ്ക്കുന്നത് കൊണ്ടാണ് ഉത്തരങ്ങൾ കിട്ടാതെ വരുന്നത്. അല്പം വിമർശനപരമായിട്ട് സാറിൻ്റെ നിരീക്ഷണത്തിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വമോ അല്ല പ്രപഞ്ചത്തിൻ്റെ ലക്ഷ്യോന്മുഖതയൊക്കെ തീർത്തും വ്യക്തിനിഷ്ഠമായ ഒരു സമീപനമായി മാറുകയില്ലേ? ആ പ്രശ്നത്തെ കൂടി സാർ എപ്രകാരം കാണുന്നു? അങ്ങനെയല്ല. ആത്യന്തികമായ ഒരു സത്യാന്വേഷണം എന്നുള്ളത് വേറെ ഒരു സംഗതി. ആ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ ഉണ്മയുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്ന മനുഷ്യൻ്റെ നിലപാട് വേറൊരു സംഗതി. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, മതപരമായ വിശ്വാസമുള്ളവർക്ക് പോലും ആത്യന്തികമായ സത്തയിൽ വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മതം എന്നുള്ളത് അടിസ്ഥാനപരമായ ദർശനമായിട്ടും ആചാരപരമായ ഒരു അനുഷ്ഠാന ശൃംഖലയായിട്ടും രണ്ടായിട്ട് നിൽക്കുകയാണ്. അത് ലോകത്തുള്ള ഏത് മതവും ഒരു വലിയ അർത്ഥത്തോളം ഈ രണ്ട് ഡിവിഷനായിട്ട് മാറിയിട്ടുണ്ട്. അടിസ്ഥാനപരമായ ഒരു ആശയ സത്ത, ദാർശനികമായ ഒരു തലം, ആചാരപരമായ ഒരു ഐന്ദ്രിയമായ ഒരു ഭൗതികമായ ഒരു തലം. മിക്കവാറും മതങ്ങളിപ്പോൾ ഈ രണ്ടാമത്തെ തലത്തിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട് സത്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ മതങ്ങളുടെ ആന്തരിക അർത്ഥം, സത്യം സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ് പ്രവാചകന്മാരെ ഉദ്ദേശിച്ചത് എന്ന കാര്യം സത്യാന്വേഷികളെ പോലെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അത് പുനർനിർവചനം ചെയ്ത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും പറഞ്ഞ ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ കണ്ടുപിടിച്ച കാര്യം. ഒരു വ്യത്യാസവുമില്ല. പ്രപഞ്ചത്തിന് ലക്ഷ്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് രാധാകൃഷ്ണൻ സാർ നമുക്ക് പറഞ്ഞു തന്നത് മനുഷ്യൻ്റെ ലക്ഷ്യോന്മുഖതയുമായിട്ട് ലക്ഷ്യബോധവുമായിട്ട് അത് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. സാറിൻ്റെ എല്ലാ രചനകളിലും ഞാൻ നടത്തുന്ന ഒരു നിരീക്ഷണമാണ് ഈ കൂട്ടായ്മ അല്ലെ ഏകദാനത, ഹോളിസ്റ്റിക് വിഷൻ എന്ന് നമ്മൾ പറയുന്നത്. സാറിൻ്റെ വളരെ ബോൾഡായിട്ടുള്ള ഒരു നിരീക്ഷണം ഞാൻ വായിച്ചിട്ടുണ്ട്. ആത്യന്തികമായിട്ട്
ആന്തരികവും ബാഹികവുമായ എല്ലാ വരമ്പുകളെയും ലംഘിക്കുന്ന ഒരു സമന്വയത്തിലേക്ക് മാനവരാശി മുഴുവനും എത്തിച്ചേരുമെന്നുള്ളത്. കോമൺ സെൻസ് നമ്മളെ ആ തലത്തിലേക്ക് എത്തിച്ചേർക്കുമെന്നാണ് സാറ് നിരീക്ഷിച്ചിരിക്കുന്നത്. കോമൺ സെൻസ് നമ്മളെ അവിടെ എത്തിക്കുന്നില്ലെങ്കിൽ പരിണാമം നമ്മളെ അവിടെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ള വളരെ വിപ്ലവാത്മകമായ ഒരു പ്രഖ്യാപനം തന്നെ സാർ അവിടെ നടത്തുന്നുണ്ട്. ഞാനത് വായിച്ചപ്പോൾ ഓർത്തത് തെയ്യാർ ദ ഷർദാൻ എന്ന് പറയുന്ന ഫ്രഞ്ച് ശാസ്ത്രത്തിനും ദൈവശാസ്ത്രത്തിനും ഒക്കെ ആയിരുന്ന വ്യക്തിയെയാണ്. അദ്ദേഹം സമാനമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ആലങ്കാരികമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അഗ്നിയുടെയും ആറ്റത്തിൻ്റെയും കാറ്റിൻ്റെയും ഒക്കെ ഊർജത്തെ മെരുക്കിയെടുത്തതിന് ശേഷം അവസാനം മനുഷ്യൻ സ്നേഹത്തിൻ്റെ ഊർജത്തെ കണ്ടെത്തും. അത് മാനവരാശിയുടെ ചരിത്രത്തിലെ അഗ്നിയുടെ രണ്ടാമത്തെ കണ്ടുപിടുത്തമായിരിക്കുമെന്നുള്ളത്. ഒരുപക്ഷെ സാറ് സമാനമായ ചിന്താഗതി തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇത്തരണത്തിലുള്ള വളരെ രൂഢമൂലമായ ഒരു ശുഭാപ്തി വിശ്വാസത്തിന് സാറിനെ പ്രേരിപ്പിക്കുന്ന ആ ചേതോവികാരം എന്തായിരിക്കും? അതൊരു വെറും ചേതോവികാരമല്ല. ശാസ്ത്രത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി കാണുന്ന ഒരു വസ്തുത അനന്തമായ വൈജാത്യം ആണ്. ഇപ്പോൾ പരമാണുക്കളൊക്കെ ഒരുപോലെയാണെന്നാണ് നമ്മൾ ഭൗതികശാസ്ത്രം പറയുക. അതിൻ്റെ ഗുണം വെച്ച്, പെരുമാറ്റം വെച്ച്, മാനം വെച്ച് ഒക്കെ ഒരുപോലെയാണെന്നാണ് പറയുക. പക്ഷേ ആത്യന്തികമായി ഓരോ പരമാണുവും വ്യത്യസ്തമാണ് എന്ന നിഗമനമാണ് ഇപ്പോൾ സയൻസിനുള്ളത്. ഈ ഒരു പരമാണുവിന് മറ്റൊരു പരമാണുവിൽ നിന്നുള്ള വ്യത്യാസമാണ് ഈ രണ്ട് പരമാണുക്കൾ സംയോജിക്കാനുള്ള ഹേതുവായിട്ട് തീരുന്നത്. ഒന്നിൻ്റെ വ്യതിരിക്തത മറ്റേതിന് പൂരകമായിട്ട് ഭവിക്കുകയാണ്. അത് കോർക്കുകൾ ചേർന്നിട്ട് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ ഉപഘടകങ്ങളായി രൂപാന്തരപ്പെടുമ്പോഴും ഈ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് പിന്നെ അണുക്കളായി രൂപാന്തരപ്പെടുമ്പോഴും അത് മൂലകങ്ങളായി രൂപാന്തരപ്പെടുമ്പോഴും വലിയ തന്മാത്രകളായി രൂപാന്തരപ്പെടുമ്പോഴും തന്മാത്രകളുടെ കൂട്ടായിട്ട് ജീവൻ്റെ അടിസ്ഥാനമായ DNA ആയി ഘടകമായ സെല്ലായി രൂപാന്തരപ്പെടുമ്പോഴും ഒക്കെ തന്നെ ഈ ഘടകങ്ങളൊക്കെ തമ്മിൽ ചേരുന്നത് അവയ്ക്ക് ഉള്ളിലുള്ള തനതായ വൈജാത്യം കാരണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സയൻസിൻ്റെ കണ്ടുപിടുത്തം. ഇപ്പോൾ വൈജാത്യം എന്നുള്ളത് നിരുപാധികം തള്ളിക്കളയാവുന്ന ഒരു സംഗതിയല്ല എന്നും വൈജാത്യമാണ് ഒരു സൃഷ്ടിയുടെ പ്രസക്തി എന്നും. എന്തുകൊണ്ടാണ് ഒരു മണൽത്തരി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് മറ്റു മണൽത്തരികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായതുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നും അതാണ് അതിൻ്റെ പ്രസക്തി എന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ധർമ്മം മറ്റു മണൽത്തരികളുടെ കൂടെ ചേരുക എന്നുള്ളതും കൂടി ഉൾപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇത്. അപ്പോൾ വ്യതിരിക്തതയാണ് നമ്മളെ സംയോജിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നും ഈ വ്യതിരിക്തതയാണ് നിലനിൽപ്പിൻ്റെ ശരിയായിട്ടുള്ള പ്രസക്തി ഉദ്ഘോഷിക്കുന്ന ഘടകം എന്നും ഇത് ആത്യന്തികമായി ചെറിയ ചെറിയ യോജിപ്പുകളിൽ നിന്ന് കൂട്ടായ്മകൾ വലുതായി പ്രപഞ്ചം എന്ന വലിയ കൂട്ടായ്മ വരെ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ജീവൻ അത് സ്നേഹം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാത്തിനെയും കൂട്ടിപ്പിടിക്കുന്നു എന്ന അറിവ് നമുക്ക് ഉണ്ടായി കിട്ടുകയും അതൊരു വലിയ വെളിപാടായിട്ട് നമുക്ക് വീണ് കിട്ടുകയും ചെയ്യുന്ന അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞ ചിന്തകൻ പറഞ്ഞ കാര്യം അതാണ് അണുവിനേക്കാൾ അണുവിലെ ഊർജ്ജം നമ്മൾ വിഘടിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ സംയോജിപ്പിച്ചെടുക്കുന്ന ഊർജ്ജമാണ് കൂടുതൽ വലുതെന്ന് നമുക്കറിയാം. ന്യൂക്ലിയർ ഫിഷനേക്കാൾ നമുക്ക് ഊർജ്ജം തരുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഫ്യൂഷൻ കൂടുതലാകും തോറും കൂടുതൽ ഊർജ്ജം നമുക്ക് ലഭ്യമാകും. ഈ ലഭ്യം ഭൗതികമായി ഉപയോഗിക്കാവുന്ന ഒരു ലഭ്യത അല്ലെങ്കിൽ തന്നെയും മാനസികമായി വൈകാരികമായി നമുക്ക് അണിചേർന്ന് നിൽക്കാവുന്ന ഒരു ഊർജ്ജമായിട്ട് രൂപാന്തരപ്പെടും. അത് വേണം ലോകത്തെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഊർജ്ജമാണെന്നും തിരിച്ചറിയാൻ നമുക്ക് പ്രേരണയായിട്ട് തീരാൻ. പദാർത്ഥത്തിൻ്റെ തന്നെ പ്രതീകാത്മകത, അതിഭൗതികതയൊക്കെ സാറിൻ്റെ പങ്കുവെക്കലിൽ വളരെ പ്രസ്പഷ്ടമായിട്ട് കടന്നു വരുന്നുണ്ട്. ഞാൻ അല്പം വേറൊരു തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇത്തരണത്തിലുള്ള ഈ സാകല്യ ആത്മീയ ദാർശനിക വ്യാഖ്യാനങ്ങൾ ശാസ്ത്രത്തിന് നൽകുന്നതുമായിട്ട് അതിനെയൊക്കെ അപ്രിയമായിട്ട് കാണുന്ന മുഖ്യധാര ശാസ്ത്രകാരന്മാർ തന്നെയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ റിച്ചാർഡ് ഡോക്കിൻസ്, ഓക്സ്ഫോർഡിലെ ദാർശനികനായ ഡാനിയൽ ഡെന്നറ്റ്. അവർ ഈ ശാസ്ത്രമത സംവാദത്തെ തന്നെ, ശാസ്ത്രത്തിനകത്ത് ആത്മീയത കാണാനുള്ള പരിശ്രമങ്ങളെ തന്നെ ഒരുതരം അജ്ഞതയും കടന്നുകയറ്റവും കയ്യേറ്റവുമായിട്ട് കാണുന്നവരാണ്. എല്ലാ ശാസ്ത്രകാരന്മാർക്കും ഈ ദർശനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ നിഗമനങ്ങൾക്ക് യുക്തിപരമായ എന്തെങ്കിലും സാങ്കത്യം കാണുന്നുണ്ടോ? അത് അവരെപ്പറ്റി നമ്മൾ സഹതപിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സാറിൻ്റെ കാഴ്ചപ്പാട് ശാസ്ത്രത്തിൽ നിന്നുമുള്ള ഈ നിരീശ്വരത്വപരമായ ശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങളെപ്പറ്റി?
ഇല്ല, അവർ ഇത്തരം ആളുകൾ നമ്മളിലൊക്കെ തന്നെയുണ്ട്, എന്നിൽ തന്നെയുണ്ട് ഒരു അവിശ്വാസി. എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ തോന്നാൻ പാടില്ലാത്തതാണ് എന്ന ചിന്ത എനിക്കുണ്ടാകാറുണ്ട്. നല്ല കാര്യങ്ങളാവാം, ചീത്ത കാര്യങ്ങളാവാം. അപ്പോൾ ഞാൻ പഠിക്കുകയും പ്രയോഗിക്കുകയും ജീവിതത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു 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 അടി വെക്കേണ്ടി വരുമ്പോൾ അത് പാടില്ല എന്നൊരു ചിന്ത. ഇപ്പോൾ ഭൗതികശാസ്ത്രം പഠിച്ച് ഒരുപാട് കാലം പഠിപ്പിച്ച് ജീവിച്ചു പോകുന്ന ഒരാൾക്ക് ആ പഠിച്ച ഭൗതികശാസ്ത്രത്തിന് ഒരു ഇത്തിരി മാറ്റം വരണം എന്ന് പറയുമ്പോൾ വലിയ വിഷമമുണ്ടാവും. കാരണം ഇവരെ ഒന്നിനും വിശ്വസിക്കാത്ത ആളുകളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ ഈ പഠിച്ച ഈ സമത്വവാക്യങ്ങളിലും ഈ സിദ്ധാന്തങ്ങളിലുമൊക്കെ ആത്യന്തികമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേരം പോക്ക്. അപ്പോൾ അതിലിത്തിരി ഒരു ചെറിയ നീക്കുപോക്ക് വേണമെന്ന് പറയുമ്പോൾ അയ്യോ പാടില്ല എന്ന് അവർ പറയുന്നതും ശരിയായിട്ടുള്ള വിശ്വാസി ദൈവനിഷേധത്തിൻ്റെ മുമ്പിൽ പാടില്ല എന്ന് പറയുന്നത് ഒരുപോലെയാണെന്നർത്ഥം. നമ്മളത് മനസ്സിലാക്കാറില്ല. ഒരു പാർട്ടിക്കാരൻ, ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ആ രാഷ്ട്രീയ വിശ്വാസം എന്ന് പറയുന്ന അയാളുടെ വിശ്വാസത്തിന് എതിരായിട്ട് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ ക്ഷോഭിക്കുന്നത് അത് യുക്തിഭദ്രത കൊണ്ടല്ല, അത് അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ബാധിക്കുന്ന വൈകാരികമായൊരു പ്രതികരണമാണ്. ഈ പറയുന്ന മഹാശാസ്ത്രജ്ഞന്മാരും ഇങ്ങനെ പ്രതികരിക്കുന്നത് വൈകാരികമായ ഒരു യുക്തി വൈരുദ്ധ്യമാണ് എന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സാറിൻ്റെ ഈ നിരീക്ഷണം സൈദ്ധാന്തികമായിട്ട് വളരെ അഭികാമ്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ്. അതായത് ദൈവാസ്തിത്വത്തെക്കുറിച്ചൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ശാസ്ത്രത്തിൽ നിന്ന് ദൈവനിഷേധമോ ദൈവവിശ്വാസമോ ആവിഷ്കരിച്ച് കഴിഞ്ഞാൽ അത് ശാസ്ത്രാധിഷ്ഠിതം എന്നതിലുപരിയായിട്ട് വ്യക്തിനിഷ്ഠമായിരിക്കുമെന്നുള്ള നിരീക്ഷണം പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുകയാണ്. ശാസ്ത്രമത സംവാദത്തിൽ പലരും വരുത്തുന്ന രീതിശാസ്ത്രപരമായ ഒരു തെറ്റിനെ പറ്റിയുള്ള ഒരു മുന്നറിയിപ്പും അവിടെ സ്വീകരിക്കേണ്ട ഒരു മുൻകരുതലും കൂടി സാറിൻ്റെ ഈ വിചിന്തനങ്ങളിൽ അന്തർലീനമാണ് എന്നെനിക്ക് തോന്നുകയായിരുന്നു. ശാസ്ത്രമത സംവാദത്തിൻ്റെ ഏറ്റവും യുക്തിഭദ്രമായ രീതിശാസ്ത്രത്തെപ്പറ്റി തന്നെയുള്ള സാറിനുള്ള അഗാധമായ അവബോധം വെളിപ്പെടുത്തുന്നതായിരുന്നു സാറിൻ്റെ വിചിന്തനങ്ങൾ എന്നെനിക്ക് തോന്നുകയായിരുന്നു. ഇതിൻ്റെ തന്നെ ചുവട് പിടിച്ച് വേറൊരു ചോദ്യം ഉന്നയിക്കുകയാണ് എങ്കിൽ, സാർ വിഭാവനം ചെയ്ത രീതിയിലുള്ള നിഗമനങ്ങളാണ് അതിഭൗതിക തലത്തിൽ ഭൗതികശാസ്ത്രത്തിൽ നമുക്ക് ചെന്നെത്തിപ്പെടാൻ സാധിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് സുപ്രസിദ്ധരായ പല ശാസ്ത്രജ്ഞരും ശാസ്ത്രത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ നിരീശ്വരത്വത്തിലേക്ക് നീങ്ങുന്നത്? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഓക്സ്ഫോർഡിലെ ശാസ്ത്ര ദാർശനിക ചിന്തകൻ ഡാനിയൽ ഡെന്നറ്റ്, അല്ലെങ്കിൽ എവല്യൂഷണറി ബയോളജിസ്റ്റായ റിച്ചാർഡ് ഡോക്കിൻസ്, ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ നിരീശ്വരത്വത്തിന് വേണ്ട എല്ലാ സൈദ്ധാന്തിക മുതൽക്കൂട്ടുകളും പകർന്നു തരുന്നത് ശാസ്ത്രമാണ്. എത്രയെണ്ണത്തിലാണ് നിരീശ്വരത്വം ശാസ്ത്രത്തിൽ നിന്ന് കടന്നു വരുന്നത് സാറിൻ്റെ കാഴ്ചപ്പാടിൽ മുൻപ് അവതരിപ്പിച്ച ആ ദർശന പശ്ചാത്തലത്തിൽ നിന്ന് അതിന് വല്ല സാങ്കത്യവും ഉണ്ടോ എന്നതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് അവർ ഈ നിഷേധത്തിൽ എത്തിച്ചേരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പ്രപഞ്ചത്തിൽ ഒരു കണിക പോലും ചലിക്കാതിരിക്കുന്നില്ല. പ്രപഞ്ചത്തിൽ ഒരിടത്തും ബലങ്ങളില്ലാതെയില്ല. മാത്രമല്ല ഒരു ബലത്തിന് മാത്രമായിട്ട് പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കാനും പറ്റില്ല. എന്ത് കാര്യം നടക്കുമ്പോഴും അത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ബലങ്ങൾ തമ്മിലുള്ള കരണപ്രതികരണങ്ങളുടെ ഫലമാണ്. നമ്മൾ ഈ കസേരയിലിരിക്കുന്നത് ഭൂമി നമ്മളെ ആകർഷിക്കുന്നതും ഭൂമിയിൽ നമ്മൾ തെറിച്ചു പോകാനുള്ള ഗുരുത്വാകർഷണ വിരുദ്ധ ബലത്തിൻ്റെയും കൂടി സമാനമായ ഒരു സമന്വയത്തിലാണ്. ഞാൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഭൂമി എനിക്ക് തരുന്ന പ്രതിരോധം എൻ്റെ കാലിൽ ഞാൻ ചെലുത്തുന്ന സമ്മർദ്ദത്തിന് സമാനമായതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇങ്ങനെ നമ്മൾ എന്ത് തരത്തിലുള്ള സംഭവം ലോകത്തെ എടുത്തു നോക്കിയാലും അതിൻ്റെ പുറകിൽ ഒരുപാട് ബലങ്ങളുടെ പ്രവർത്തനം കാണാം. ഇങ്ങനെ ഒരുപാട് ബലങ്ങൾ, കണക്കറ്റ എണ്ണമുള്ള ബലങ്ങൾ കൂടി പ്രവർത്തിക്കുകയും അതിൻ്റെയൊക്കെ ഒരു സമതുലനം എന്ന നിലയ്ക്ക് നമുക്ക് നിൽക്കാനും നടക്കാനും ജീവിക്കാനും ചിന്തിക്കാനും കഴിയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞന് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ കഴിയുക? മാത്രമല്ല പ്രപഞ്ചത്തിലെ ബലങ്ങളൊക്കെ തന്നെയും ഒന്നും മറ്റൊന്നിനോട് ബന്ധപ്പെട്ടാണല്ലോ കിടക്കുക. ഒരു ബലത്തിന് തനിച്ച് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അത് എല്ലാ ബലങ്ങളെയും ആശ്രയിക്കുന്നു. എല്ലാ ബലങ്ങളും എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ ബലങ്ങളുമാണെന്നർത്ഥം. അപ്പോൾ എവിടെയോ ഒരു നക്ഷത്രത്തിൽ സംഭവിക്കുന്ന എന്തോ ഒരു ബലം
എന്നെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കയോസ് തിയറി വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സമാനതകളും ഈ അന്തർധാരകളും മനസ്സിലാക്കാൻ ഒരു ഭൗതിക ശാസ്ത്രജ്ഞന് കഴിയുന്നില്ല എങ്കിൽ അതൊരു ഒരു 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 വീഴ്ചയായിട്ടാണ് ഞാൻ കാണാറ് സാധാരണയായിട്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രാധിഷ്ഠിതമായ ഈ ദാർശനിക അവബോധം എന്നെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞനുണ്ട്, പോൾ ഡേവിസ്, ഓസ്ട്രേലിയൻ തിയററ്റിക്കൽ ഫിസിസിസ്റ്റാണ്. സാറിന് അറിയാം. അദ്ദേഹം നടത്തിയിരിക്കുന്ന അല്പം കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ടുഡേ സയൻസ് ഓഫേഴ്സ് എ ഷുവറർ പാത്ത് ടു ഗോഡ് ദാൻ റിലീജിയൻ എന്ന് പറയുന്നത്. അദ്ദേഹം വിഭാവനം ചെയ്യുന്ന റിലീജിയനൊക്കെ വ്യത്യസ്തമാണ്. ശാസ്ത്രമാണെന്ന് ദൈവത്തിലേക്ക് ഒരുപക്ഷെ കൂടുതൽ സുനിശ്ചിതമായ പാത പ്രദാനം ചെയ്യുന്നു. അദ്ദേഹം വ്യക്തിയായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, എന്നിട്ട് പോലും അദ്ദേഹം ഇങ്ങനെ ഒരു അനുമാനത്തിൽ അവസാനം എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. സാറ് ഈ ചിന്തകൾ, പദാർത്ഥത്തെ പറ്റിയൊക്കെയുള്ള ഈ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ വസ്തുനിഷ്ഠമായിട്ട് ശാസ്ത്രത്തെ അപഗ്രഥിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള ചില ബോധങ്ങൾക്കുള്ള നിർബന്ധം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഊവച്ചു നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്ന ഒരു ചെറിയ പിശക്, നമ്മൾ ചർച്ച ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ ഉപയോഗിക്കുന്ന വാക്കുകൾ മുൻകൂട്ടി ഒരു പൊതുസമ്മതപ്രകാരം നിർവചിച്ച് വയ്ക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവം എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ രണ്ടുപേരെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിന് ഒരു പൊരുത്തം ആദ്യമേ ഇല്ല എങ്കിൽ സംസാരിക്കുന്നൊരു അർത്ഥമില്ലാതായി പോകും. അപ്പോൾ ഇദ്ദേഹം എന്താണ് ദൈവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത്, എന്താണ് സാധാരണ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ദൈവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ തമ്മിൽ അന്തരം ഉണ്ടാവും. ശാസ്ത്രം ദൈവത്തിലേക്ക് വഴി കാണിക്കുന്നു എന്ന് അദ്ദേഹം പറയാനുള്ള യുക്തി എനിക്ക് മനസ്സിലായത് ആ പുസ്തകം വായിച്ചിടത്തോളം, ശാസ്ത്രം മതം എന്നതിൻ്റെ പേരിലുള്ള അയുക്തികങ്ങളായ കാര്യങ്ങളെ ദാക്ഷിണ്യം കൂടാതെ നിരോധിക്കും എന്നുള്ളതുകൊണ്ടാണ്. പ്രവാചകൻ പറഞ്ഞതിൻ്റെ ഇംഗിതത്തിന് എതിരായി നിലവിലുള്ള ആചാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ യുക്തിപൂർവ്വം നിരോധിക്കാൻ ശാസ്ത്രീയമായ ഒരു അവബോധത്തിന് സാധിക്കും. അങ്ങനെ നമ്മൾ കൃത്യമായി വിശകലനം ചെയ്ത് നിരീക്ഷിച്ച് നിരോധിച്ച് തൂക്കി കണക്കാക്കി പോകുമ്പോൾ ഈ മതത്തിൻ്റെ അന്തസ്സത്ത കൂടുതൽ ശുദ്ധമായി കിട്ടും എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് സ്വാഭാവികമാണ്. വിവരമില്ലാത്ത ഒരാൾക്ക് ഒരു മരുന്ന് കൊടുത്താൽ ആ മരുന്ന് അദ്ദേഹം ശീലിക്കുന്നതും വിവരമുള്ള ഒരാൾക്ക് ആ മരുന്ന് കൊടുത്താൽ അദ്ദേഹം ശീലിക്കുന്നതും തമ്മിൽ അന്തരമുണ്ടല്ലോ. വിവരമുള്ള ആൾ അറിഞ്ഞാണ് ഈ മരുന്ന് ശീലിക്കുക. വിവരമില്ലാത്ത ആൾ, പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു നാട്ടുവൈദ്യരെ ഒരാൾക്കൊരു മരുന്ന് കൊടുത്തു, ഒരു കുപ്പിയിലാക്കി ലേഹ്യം, പഴയകാലത്തെ ആയുർവേദം. എന്നിട്ട് പറഞ്ഞു ഓരോ ദിവസവും ഇത്ര തുടം വീതം ഇത് കഴിക്കണം, 3 നേരമായിട്ട്. അവൻ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു, ഒരാഴ്ചയ്ക്കുള്ള മരുന്നാണ്. തമ്പുരാനെ മരുന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതിങ്ങനെയാണോ കഴിഞ്ഞാൽ? ഞാൻ പറഞ്ഞല്ലേ ഇത് ദിവസം 2 നേരം 1 തുടം വീതം കഴിക്കാനാണ്. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി, ഞാനിത് തമ്പുരാൻ പറഞ്ഞ കാര്യം കഴിച്ചു, പിന്നെ വിശക്കുമ്പോഴും കഴിച്ചു എന്നാണ്. ഇതാണ് നമ്മുടെ സാധാരണയായിട്ട് ആപ്തവാക്യങ്ങളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ചൊക്കെ സാധാരണക്കാരനെ അവലംബിക്കുന്ന നിലപാടിൽ വരുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ശാസ്ത്രം പഠിച്ച ഒരാൾക്ക് മനസ്സിരുത്തി നിരുപാധികം നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ മതം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉള്ളിലുള്ള സത്ത ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചത്. സാറിൻ്റെ ഭൗതിക ശാസ്ത്ര വിജ്ഞാനം സാറിനെ ആത്യന്തികമായിട്ട് അതിഭൗതികതയിലേക്കും ആത്മീയതയിലേക്കുമൊക്കെ നയിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അത് വളരെ സ്വീകാര്യമായ ഒരു സമീപനം കൂടിയാണ്. യുക്തിപരമായിട്ട് നോക്കുമ്പോൾ യുക്തിഭദ്രമായിട്ട് എങ്ങനെ വിശ്വാസത്തെ ആഖ്യാനം ചെയ്യാൻ സാധിക്കുമെന്നുള്ള പരിശ്രമമാണ് സാറ് നടത്തുന്നത് എന്നുള്ളതാണല്ലോ സാറ് പങ്കുവെച്ചത്. ഞാനതിനെ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മൾ ഒന്നും കൂടി വസ്തുനിഷ്ഠമായിട്ട് നോക്കുമ്പോൾ, യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണുമ്പോൾ, അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഇത്തരം സമീപനങ്ങളെ അപലപിക്കുന്ന, വിമർശിക്കുന്ന പ്രമുഖ ശാസ്ത്രകാരന്മാരും ദാർശനികരുമുണ്ട്. ഉദാഹരണമായിട്ട് ഓക്സ്ഫോർഡിലെ ദാർശനിക നിരീശ്വരത്വത്തിൻ്റെ കരുത്തുറ്റ സാരഥിയായ ഡാനിയൽ ഡെന്നറ്റ്, ബയോ കെമിസ്റ്റായ റിച്ചാർഡ് ഡോക്കിൻസ്, ഇവരൊക്കെ ശാസ്ത്രത്തിൽ നിന്നും കൊടിയ നിരീശ്വരവാദം ആവിഷ്കരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇത്തരണത്തിൽ നടത്തുന്ന ഈ രീതിയിലുള്ള ശാസ്ത്രമത സംവാദം തന്നെ ഒരുതരം അവിഹിതമായ കടന്നുകയറ്റമായിട്ടും വിജ്ഞാനത്തിൻ്റെ മലിനപ്പെടുത്തലായിട്ടുമൊക്കെ അവർ കാണുന്നുണ്ട്. ഇത്തരം വ്യക്തിത്വങ്ങളോട്, ശാസ്ത്രത്തിൽ നിന്നുള്ള ഇത്തരം നിരീശ്വരത്വപരമായ സമീപനങ്ങളോട് സാറിന് എന്താണ് പ്രതികരിക്കുവാനുള്ളത്? അപ്പോൾ നമുക്ക്
പ്രധാനമായിട്ട് ഒരു കാര്യം, വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെ പഴയ കാലത്തുള്ള ആളുകൾ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കിയിരുന്നത് അന്ന് നിലവിലുള്ള ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഗലീലിയോന് മുമ്പുള്ള വാനശാസ്ത്രജ്ഞന്മാർ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തെ വ്യാഖ്യാനിച്ചിരുന്നത് അവർക്കറിയാവുന്ന ശാസ്ത്രം വെച്ചുകൊണ്ടാണ്. ഗലീലിയോന് ശേഷമുള്ള ആളുകൾ ഉൽപ്പത്തി പുസ്തകത്തെ വ്യാഖ്യാനിച്ചത് അവർക്കറിയാവുന്ന ശാസ്ത്രം വെച്ചുകൊണ്ടാണ്. പിന്നീട് വന്ന ന്യൂട്ടനോ ഐൻസ്റ്റൈനോ ഒക്കെ ഇതേ കാര്യം വിശദീകരിച്ചത് അവർക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ പുതിയ വ്യാഖ്യാനങ്ങൾ ഈ പഴയ വേദത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളത് നിർണായകമായ ഒരു കാര്യമാണ്. അപ്പോൾ ശാസ്ത്രത്തെ ഇതിനുപയോഗിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ശാസ്ത്രീയ അവബോധവും ദാർശനികമായ അവബോധവും വരുന്നത് രണ്ട് വഴിക്കാണ്. ഒന്ന് മുകളിൽ നിന്നാണ്, ഒന്ന് ചുറ്റുവട്ടത്തു നിന്നാണ്. ഈ മുകളിൽ നിന്ന് വരുന്നതിന് വെളിപാട് എന്ന് നമ്മൾ പറയും. അത് പ്രത്യക്ഷത്തിൽ അയുക്തികമാണെന്ന് തോന്നും, പക്ഷേ ആത്യന്തിക സത്തയായിരിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സാധുത നമ്മൾ കണക്കിലെടുക്കുന്നത് അതിൻ്റെ പ്രയോഗം എത്രത്തോളം ന്യായീകരിക്കപ്പെട്ട് കാണുന്നു എന്നുള്ളതുകൊണ്ടാണ്. ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രയോഗം ദൈവം ഇല്ല എന്ന വിശ്വാസത്തിൻ്റെ പ്രയോഗത്തെ അപേക്ഷിച്ച് എത്രത്തോളം പ്രായോഗികമാണ് ഈ ലോകത്തിൽ നിന്ന് നിരീക്ഷിക്കുന്നതിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ഊഹിച്ച് എടുക്കേണ്ടത്. ഈ ധാരണ നമുക്ക് തരുന്നത് ശാസ്ത്രീയമായ അവബോധമാണ്. അപ്പോൾ പുതിയൊരു തിയറി വരുമ്പോൾ ആ തിയറി ഈ പഴയ നമുക്ക് കിട്ടിയ ആപ്ത തത്വങ്ങളെ, ശ്രുതികളെ ഇങ്ങനെയാണ് പുനരുത്ഥാനം ചെയ്യുന്നത്, പുനർവ്യാഖ്യാനം ചെയ്യുന്നത് എന്ന കാര്യം വളരെ പ്രസക്തമാണ്. ദർശനവും സാഹിത്യവും ആത്മീയതയുമൊക്കെ ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഒരു സാകല്യ ദർശനമാണ് സാറ് രചനകളിലൂടെയൊക്കെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ സാറിൻ്റേതുപോലെയുള്ള ഒരു സമഗ്ര ദർശനം ശാസ്ത്രരംഗത്തു നിന്നും വളരെ അത്യപൂർവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന്. ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ നമ്മുടെ കേരളത്തിലെയൊക്കെ ശാസ്ത്ര അധ്യയനത്തിൻ്റെ തന്നെ രീതിശാസ്ത്രം വേണ്ടത്ര സമഗ്രമാണ് എന്ന് സാറ് ചിന്തിക്കുന്നുണ്ടോ? പലപ്പോഴും രീതിശാസ്ത്രപരമായൊരു ന്യൂനീകരണം, ശാസ്ത്രത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന, സൂത്രവാക്യങ്ങളിലേക്കും സമവാക്യങ്ങളിലേക്കും മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സമീപനമല്ലേ ശാസ്ത്രത്തിനെ പറ്റി, ശാസ്ത്ര അധ്യയനത്തിൽ കേരളത്തിലൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ദാർശനികവും മതാത്മകവുമായ അന്തർധാരകൾ ഒട്ടും തന്നെ കേരളത്തിൻ്റെ ഒക്കെ പരിഗണിക്കപ്പെടാതെ പോകുന്നില്ലേ എന്നെനിക്കൊരു തോന്നലുണ്ട്. ഇതേപ്പറ്റി സാറിൻ്റെ നിരീക്ഷണം എന്താണ്? നമുക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ പൊതുവായ അന്തരീക്ഷത്തെ അപേക്ഷിച്ച് കേരളത്തിലെ ശാസ്ത്ര അവബോധവും മതപരമായ ശുദ്ധീകൃത അവസ്ഥയും വളരെ മുമ്പിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയെ പലതരത്തിലും വിഴുങ്ങുന്ന പല അബദ്ധങ്ങളും കേരളത്തിൽ പ്രയോഗിക്കാൻ കഴിയാതെ പോകുന്നത്. ഇവിടെ വർഗീയത മൊത്തമായി വിറ്റ് വില വാങ്ങാൻ ഇപ്പോഴും കഴിയാത്തതിൻ്റെ കാരണം രൂഢമൂലമായ അടിസ്ഥാനപരമായ ഒരു ദർശനനിഷ്ഠയാണ്. അത് ജാതി മതാതീതമായിട്ട് നമ്മുടെ രക്തത്തിലുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന ധാരണകളെ ശാസ്ത്രീയമായി വേണ്ടത്ര മനസ്സിലാക്കിയോ ചോദിച്ചാൽ ഇല്ല താനും. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പഠിച്ച ശാസ്ത്രം നമ്മളുടെ രക്തത്തിലില്ല. നമ്മൾ ആ പഠിച്ച ശാസ്ത്രത്തെ നമ്മുടെ ഉള്ളിൽ എവിടെയോ വേറെ അറയിൽ വെച്ചിരിക്കുകയാണ്. നമ്മളത് പഠിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലുമല്ല. അതുകൊണ്ട് ഈ ശാസ്ത്രത്തിന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നിർണായകമായ ഒരു സ്ഥാനം കിട്ടുന്നില്ല. അത് പുറത്തു നിൽക്കുന്ന ഒരു സംഗതിയാണ്. പുറത്തു നിൽക്കുന്ന സംഗതി ആയതുകൊണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. ആവശ്യമാകുമ്പോൾ പുറത്തെടുക്കാം, അല്ലെങ്കിൽ ഇല്ല. സർ സി വി രാമനായാലും രാവിലെ കുളിച്ച് അമ്പലത്തിൽ തൊഴുത് എന്തോ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച് 3 ഗോപി തൊട്ട് ഒരു പാളത്താറ് കൊടുത്തിട്ടാണ് ലാബറട്ടറിയിലേക്ക് പോകുന്നത്. അത് അവൻ്റെ സ്വാഭാവികമായ നിത്യജീവിതം. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു പ്രൊഫസർ, അത് പ്രൊഫഷനാണ്. അത് ഞാൻ എടുത്തണിയുന്ന ഒരു വേഷമാണ്. ആ വേഷം ലബോറട്ടറിയിൽ നിന്ന് പോരുമ്പോൾ അടിച്ച് താഴെ വയ്ക്കുകയാണ്. ബാക്കി ജീവിതം അയുക്തികമാണ്. മലയാളി എന്ന് പറയുന്ന ആൾ വിദ്യാഭ്യാസപരമായി കുറേ മുന്നേറിയെങ്കിലും ജീവിതത്തിൽ ഏതാണ്ട് 3/4 പങ്കും ഇപ്പോഴും അയുക്തികമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നമുക്ക് മദ്യപാനം, നമുക്ക് മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ആത്മഹത്യാ നിരക്ക്, മനോരോഗത്തിൻ്റെ നിരക്ക്,
വിവാഹമോചനത്തിൻ്റെ നിരക്ക് പോലും ഇപ്പോഴും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞല്ലേ കാണേണ്ടത്. അല്ല, അങ്ങനെയല്ല സംഭവിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഒരുപാടധികം കടന്നിട്ടുണ്ട് എന്നുള്ളതും നേര് തന്നെയാണ്, സംശയമില്ല. സാഹിത്യപരമായ സർഗാത്മകത കൊണ്ട് മലയാളിയുടെ ഹൃദയങ്ങളെ ഒത്തിരി പ്രകാശിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് രാധാകൃഷ്ണൻ സാറ്. ആ രീതിയിൽ നമ്മളൊക്കെ സാറിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ സാറിൻ്റെ വിചിന്തനങ്ങൾ വളരെ അനന്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. സാറിനെ ദാർശനികനും സൈദ്ധാന്തികനും മിസ്റ്റിക്കുമൊക്കെയാണ് ഇന്നത്തെ സാറിൻ്റെ വാക്കുകളിലൂടെ കേരളീയ ഹൃദയങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുകയാണ്. സാറിൽ നിന്ന് മാത്രം ശ്രവിക്കാൻ സാധിക്കുന്ന അമൂല്യമായ ഒത്തിരി ദർശനത്തിൻ്റെ മുത്തുകളാണ് ഇന്ന് നമ്മൾ ഏറ്റുവാങ്ങിയത് എന്നെനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് സാർ ഇവിടെ നടത്തിയ അഗൈതവമായ ഈ ആശയ പ്രകടനത്തോട് എനിക്കുള്ള വ്യക്തിഗതമായ ഹൃദയംഗമമായ നന്ദി ഷാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സാറിനെ ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. സാറിന് ഒത്തിരി നന്ദി.